സംവിധായകൻ കമൽ നമുക്കൊപ്പം ചേരുകയാണ്. കമൽ സാർ, ഗുഡ് ഈവനിങ്. മലയാളത്തിന് താങ്കൾക്ക് നമുക്ക് എല്ലാവർക്കും വ്യക്തിപരമായി സന്തോഷമുണ്ടാകുന്ന ഒരു പുരസ്കാര പ്രഖ്യാപനമല്ലേ വന്നിരിക്കുന്നത്? തീർച്ചയായിട്ടും മലയാള സിനിമയ്ക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു അംഗീകാരമല്ലേ. നമുക്കൊക്കെ അഭിമാന നിമിഷം തന്നെയാണ്. മലയാളത്തിന് അടൂർ ഗോപാലകൃഷ്ണന് ശേഷം ഫാൽക്കെ അവാർഡ് വീണ്ടും വന്നിരിക്കുകയാണ്. അത് മോഹൻലാലിന് കിട്ടുമെന്ന് പറയുമ്പോൾ വലിയ സന്തോഷമാണ്. ലോകം തന്നെ കണ്ടിട്ടുള്ള മികച്ച നടന്മാരിൽ ഒരാളാണ് മോഹൻലാൽ. നമ്മളെല്ലാ മലയാളികളുടെയും, ലാലിനെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും വലിയൊരു അഭിമാന നിമിഷം തന്നെയാണിത്. ലാൽ അത് അർഹിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം ഫാൽക്കെ അവാർഡ് പലപ്പോഴും മലയാള സിനിമയ്ക്ക് കിട്ടേണ്ട പല ആൾക്കാർക്കും കിട്ടാതെ പോയിട്ടുണ്ട്. ഇപ്പോൾ ലാലിന് ഇത് കിട്ടുമ്പോൾ നമുക്കൊരു അതിമധുരം തന്നെയാണ്, യാതൊരു സംശയമില്ല. എല്ലാ നിലക്കും ഞങ്ങൾ സഹപ്രവർത്തകർക്കൊക്കെ എത്രയോ വർഷമായിട്ട് ലാലുമായിട്ടുള്ള ആത്മബന്ധമുള്ളതാണ്. ഒരുപാട് സിനിമകളിൽ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരെന്നുള്ള രീതിയിൽ ഞങ്ങൾക്കൊക്കെ അഭിമാനം പങ്കുവയ്ക്കാൻ കഴിയുന്നു എന്നുള്ളതും വലിയ സന്തോഷമുള്ള കാര്യമാണ്. അതായത് ഒരു പരമോന്നത ബഹുമതിയിലേക്ക് സമഗ്ര സംഭാവനയ്ക്കാണ്. അതായത് നടൻ എന്നതിനപ്പുറം അദ്ദേഹം ഇപ്പോൾ ബറോസിലൂടെ സംവിധാനത്തിലേക്കും അതുപോലെ തന്നെ നിർമ്മാണ മേഖലയിലും എല്ലാ ഇടങ്ങളിലും സിനിമയുടെ ഏത് മേഖലയിൽ ജോലി ചെയ്യാനും എനിക്കിഷ്ടമാണ് എന്ന് ഈ ഓണക്കാലത്ത് റിപ്പോർട്ടറിന് നൽകിയ അഭിമുഖത്തിലും അദ്ദേഹം പറഞ്ഞിരുന്നു. ഒരു നടൻ എന്ന രീതിയിൽ മാത്രമല്ല, ഏത് മേഖലയായാലും എനിക്ക് സിനിമയല്ലാതെ മറ്റൊരു ജീവിതമില്ല എന്ന് പറയുന്ന ഏറ്റവും താഴ്മയോടെ സംസാരിക്കുന്ന ഒരു മനുഷ്യനെയാണ് ഈ ഓണക്കാലത്ത് ഞങ്ങളും നേരിട്ട് കണ്ടത്, സംസാരിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു വിനയവും ആ ഒരു ഔന്നത്യവും ഒക്കെ ഈ ഒരു പുരസ്കാരത്തിലേക്ക് എത്തുമ്പോഴും എല്ലാവർക്കും സന്തോഷമുണ്ടാകുന്നത് ആ ഗുണഗണങ്ങൾ കൊണ്ടുകൂടി ആയിരിക്കില്ലേ ശ്രീ കമൽ? തീർച്ചയായിട്ടും മോഹൻലാലിനെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന്റെ അംഗീകാരങ്ങളെല്ലാം അദ്ദേഹം വളരെ വിനയത്തോടുകൂടി തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ നാഷണൽ അവാർഡ് കിട്ടിയപ്പോഴും അതുപോലെ തന്നെ പത്മഭൂഷൺ കിട്ടുമ്പോഴൊക്കെ തന്നെ അദ്ദേഹം എന്നുള്ളതാണ്. അല്ലാണ്ട് ഒരു ഓവർ എക്സൈറ്റ്മെന്റ് ഒന്നും പുള്ളി കാണിക്കാറില്ല. അത് അദ്ദേഹത്തിന്റെ ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിലും ആ എളിമയും ഒരു കലാകാരൻ എന്നുള്ള രീതിയിലും നമ്മളൊക്കെ പറയില്ലേ, നിറകുടം തുളുമ്പൂല എന്ന് പറയില്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് മോഹൻലാലിനെ സംബന്ധിച്ചോളം ഇതൊക്കെ ഓക്കെ ഇത് വന്നു ചേരേണ്ടതാണ് എന്നുള്ളൊരു അത് ഒരു ആത്മവിശ്വാസം കൂടിയാണ്. അദ്ദേഹത്തിന്റെ കഴിവിലുള്ള ആത്മവിശ്വാസം കൂടിയാണ്. അതിന് കിട്ടുന്നൊരു അംഗീകാരമാണ്. തീർച്ചയായിട്ടും ഫാൽക്കെ അവാർഡ് എന്ന് പറയുന്നത് സമഗ്ര സംഭാവനയ്ക്ക് തന്നെയാണ്. ഒരു ഇൻഡസ്ട്രിക്ക്, പ്രത്യേകിച്ച് ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയിട്ടുള്ള സംഭാവനകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഫാൽക്കെ അവാർഡ് കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ തന്നെയാണ് മോഹൻലാലിനെ പരിഗണിക്കുന്നത്. നിർമ്മാതാവും സംവിധായകനും ഒക്കെ ആണെങ്കിൽ പോലും അതിലൊക്കെ ഉപരിയായിട്ട് അദ്ദേഹം നടൻ തന്നെയാണ്, മികച്ച നടനാണ്. അപ്പം ആ രീതിയിൽ അംഗീകാരം കിട്ടുന്നു. പിന്നെ മലയാള സിനിമയെ സംബന്ധിച്ചോളം ആദ്യമായിട്ടാണ് ഒരു ആക്ടർക്ക് കിട്ടുന്നത്. അതിനു മുമ്പ് അടൂർ സാറിനാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഒരു ആക്ടർക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അംഗീകാരം കിട്ടുന്ന ഒരു പരമോന്നത ബഹുമതി എന്നുള്ള രീതിയിൽ നമുക്ക് വലിയ സന്തോഷം തന്നെയാണ്. ഇപ്പോൾ MIB-യുടെ തന്നെ റെക്കമെൻഡേഷൻസ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ പരിഗണിച്ചത് എന്ന് പറയുന്നതിനകത്ത് അദ്ദേഹത്തിന്റെ ഒരു സിനിമാ യാത്ര എന്ന് പറയുന്നത് 48ാമത്തെ വർഷത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ഇത്രയും വർഷങ്ങളായി മലയാളിക്ക് ഒരിക്കലും മോഹൻലാലിനെ മടുത്തിട്ടില്ല. മോഹൻലാൽ ഓരോ കഥാപാത്രങ്ങളിലൂടെ പുതുമ തേടിക്കൊണ്ട് പോവുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഹൃദയപൂർവ്വം, ഇപ്പോൾ വരാൻ പോകുന്ന വൃഷഭ, അങ്ങനെ സിനിമകളിൽ നിന്ന് സിനിമകളിലേക്കുള്ള സഞ്ചാരം തുടരുകയാണ്. അതും 48 വർഷമായി ഒരേപോലെ ആസ്വാദകരെ തന്നിലേക്ക് ആകർഷിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ലാൽ മാജിക്കും താങ്കൾക്ക് നേരിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും അദ്ദേഹം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലൂടെ കടന്നു വന്ന് അതിവില്ലനായി വന്നു, പിന്നെ നായകനായി. ഇന്നും മലയാളിക്കും മടുക്കാത്ത മുഖമാണ്. വേഴ്സറ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയാണ്. എല്ലാത്തരം കഥാപാത്രങ്ങളെയും അദ്ദേഹം അവതരിപ്പിക്കുന്നു. ഏറ്റവും അവസാനം തുടരും പോലെയുള്ള സിനിമകളിൽ നമ്മൾ എല്ലാ ഫാൻസുകാരും പറഞ്ഞതാണ് പഴയ മോഹൻലാലിനെ തിരിച്ചു കിട്ടിയെന്നുള്ളത്. പക്ഷെ ഞാനൊക്കെ പറയുന്നത് മോഹൻലാൽ എവിടെയും പോയിട്ടൊന്നുമില്ല. മോഹൻലാൽ അന്നും ഇന്നും മലയാളിയുടെ മനസ്സിലിങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് ഓരോ കഥാപാത്രങ്ങളിലൂടെ എന്നുള്ളതാണ്. അപ്പം അത് മലയാളിയോടൊപ്പം, മലയാള സിനിമയോടൊപ്പം സഞ്ചരിച്ചു. ഇപ്പം 48 വർഷം എന്ന് പറയുമ്പോൾ മലയാള സിനിമയ്ക്ക് 100 വയസ്സ് തികയാൻ പോകുന്നു 3 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പം അതിൻ്റെ പകുതി സമയം മോഹൻലാലിൻ്റെ കാലമാണ് മലയാള സിനിമയെ സംബന്ധിച്ചോളം. നമുക്കറിയാലോ, ഇപ്പോൾ 2 വർഷം കൂടി കഴിഞ്ഞാൽ അദ്ദേഹം 50 വർഷം തികയ്ക്കുമെന്ന് പറയുമ്പോൾ മലയാള സിനിമയുടെ പകുതി ആയുസ്സും മോഹൻലാലിന് അവകാശപ്പെട്ടതാണെന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിലൊക്കെ തന്നെ മലയാള സിനിമ മോഹൻലാലിനെ ഇല്ലാതെ, മോഹൻലാലിൻ്റെ എന്താ പറയുക സാന്നിധ്യം ഇല്ലാതെ മലയാള സിനിമ ഇല്ല എന്നുള്ളത് തന്നെയാണ്. ശ്രീ കമൽ, അതായത് നമ്മൾ പറയുമല്ലോ ഗോൾഡൻ സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഇനിയുള്ളത് ഒരു മോഹൻലാൽ സ്റ്റാൻഡേർഡാണ്. അതായത് അഭിനയ വഴികളിൽ കഥാപാത്രങ്ങളിലൂടെയൊക്കെ കൊണ്ടുവന്ന വ്യത്യസ്തതകൾ ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന തലമുറയ്ക്ക്, ഇപ്പോൾ നിലനിൽക്കുന്ന തലമുറയ്ക്ക് എല്ലാവർക്കും മുന്നിലുള്ള ഒരു ഗോൾഡൻ സ്റ്റാൻഡേർഡ് ഇപ്പോൾ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം വരെ എത്തിക്കൊണ്ട് മോഹൻലാൽ കാണിച്ചു തന്നിരിക്കുകയാണ്. ആ വഴിയിലൂടെ വരുന്ന എല്ലാവർക്കും എങ്ങനെയാണ് കഠിനാധ്വാനത്തിലൂടെ മുന്നേറേണ്ടത് തുടങ്ങി പലതരത്തിൽ ഒരു മാതൃക കൂടിയാവുകയല്ലേ? തീർച്ചയായിട്ടും സിനിമ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ പഠിക്കാൻ ശ്രമിക്കുന്ന എല്ലാവർക്കും വലിയൊരു പാഠപുസ്തകം തന്നെയാണ്. ഒരു പക്ഷേ ഇന്ത്യൻ സിനിമയിൽ തന്നെ ഇപ്പം നമ്മൾ അമിതാഭ് ബച്ചനെ കുറിച്ച് അങ്ങനെ പറയുമ്പോൾ അമിതാഭ് ബച്ചനേക്കാളും വ്യത്യസ്തമായ കഥാപാത്രങ്ങളിലൂടെയും ഒക്കെ തന്നെ മോഹൻലാൽ നമ്മളെ വിസ്മയിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു നടൻ എന്നുള്ള രീതിയിൽ ഇന്ത്യയിൽ തന്നെ ഉള്ള എല്ലാ ആൾക്കാർക്കും, സിനിമയോട് താല്പര്യമുള്ള എല്ലാവർക്കും ഒരു പാഠപുസ്തകമാണ്. അല്ലാണ്ട് വെറും മലയാളികളുടെ മാത്രമല്ല മോഹൻലാൽ.
ഓക്കെ, വളരെ നന്ദി കമൽ സാർ പ്രതികരിച്ചതിന്.